ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകം 12ഉം 13ഉം ഒന്നിച്ച് നോക്കാമെന്ന് കരുതുന്നു. നമ്മൾ 10ഉം 11ഉമായിരുന്നു കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ വിചാരം ചെയ്തത്. ഇനിയും 12ഉം 13ഉം. ഇനിയും ആദ്യം 12ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാസ്വനേനാതിഗഭീരരം ഹസാ സാദ്രിർമഹീദ്യൗശ്ച ചചാലസഗ്രഹാ രസാദിശശ്ച പ്രതിനേതിരേ ജനാ പേതുക്ഷിതൗ വജ്രനിപാതശങ്കയാ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. തസ്യ എന്നാൽ അവളുടെ എന്നുള്ള അർത്ഥം. ആ പൂതനയുടെ സ്വനേനാതിഗഭീരരംഹസ, സ്വനേന അതിഗഭീരരംഹസ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വനേനാതിഗഭീരരംഹസ. സ്വനേന എന്ന് പറഞ്ഞാൽ, സ്വനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശബ്ദം അല്ലേ. സ്വനേന ശബ്ദം കൊണ്ട്, അതിഗഭീരരംഹസ, അതി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയത് അല്ലെ, ഏറ്റവും മഹത്തരമായിട്ടുള്ളത് എന്നുള്ള, ഏറ്റവും കൂടിയ ഗഭീരരംഹസ, വേഗത്തോടു കൂടിയ, അതായത് അതിവേഗത്തോടു കൂടിയ അവളുടെ ആ ശബ്ദം കൊണ്ട്. ഇവിടെ അതിവേഗം എന്ന് മാത്രമല്ല, ആ ശബ്ദത്തിൻ്റെ മുഴക്കം നമുക്കറിയാം. രാക്ഷസീയ ഭാവത്തിലുള്ളവരുടെ ശബ്ദത്തിനും ആ രാക്ഷസ സ്വഭാവമുണ്ടാവും അല്ലെ. ഇവിടെ പൂതന എന്ന് പറയുന്ന ആസുരിക ഭാവത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിലും ആ ഒരു മുഴക്കം, ആ ഒരു ഭയാനകത്വം എപ്പോഴും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആ ശബ്ദം സാദ്രിർമഹി, സാദ്രിഹി മഹി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സാദ്രിർമഹി. സാദ്രി എന്ന് പറഞ്ഞാൽ, അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം. സാദ്രി പർവ്വതത്തോടു കൂടിയത്, പർവ്വത സഹിതയായിട്ടുള്ള. മഹി ഭൂമി. ദ്യൗശ്ച, ദ്യൗഹു ച, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദ്യൗശ്ച. ദ്യൗ എന്ന് പറഞ്ഞാൽ ആകാശം. ദ്യൗ ച, ച നമുക്കറിയാം, അതും കൂടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയുന്നതിനാണ് ച പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ദ്യൗശ്ച എന്ന് പറയുമ്പോൾ ആകാശവും, ദ്യൗ ആകാശം. അപ്പോൾ ഇവിടെ പറയണ പർവ്വതത്തോടു കൂടിയ ഭൂമിയും ആകാശവും. ചചാല, ചചാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകി, ചലിച്ചു, അതൊന്ന് നന്നായിട്ടൊന്ന് ഇളകി ആടി. ഈ പൂതനയുടെ അതിഭയാനകമായിട്ടുള്ള ശബ്ദത്തിൻ്റെ പ്രകമ്പനം കൊണ്ട് ഈ ഭൂമി, പർവ്വതത്തോടു കൂടിയ ഭൂമി തന്നെയല്ല ആകാശങ്ങളും ഇളകിയാടി. അപ്പോൾ ഭൂമിയിൽ പർവ്വതത്തോടു കൂടിയ ഭൂമി എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്കറിയാം അത്ര പെട്ടെന്ന് ചലിക്കുന്ന ഒന്നല്ല മഹാപർവ്വതങ്ങളൊന്നും. ആ പർവ്വതങ്ങൾ പോലും ഒന്ന് വിജൃംഭിച്ചു, അഥവാ ഒന്ന് വിറച്ചു. പിന്നെയോ ആകാശം സഗ്രഹ, സഗ്രഹ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളോട് കൂടിയത്. അപ്പോൾ ആ ഗ്രഹങ്ങൾ പോലും ചലിച്ചുപോയി, ഒന്ന് ഭയന്നു, ഒന്ന് വിറച്ചു ഗ്രഹങ്ങൾ പോലും. അങ്ങനെയുള്ള ഗ്രഹങ്ങളോട് കൂടി ആകാശവും ചലിച്ചു. പിന്നെയോ രസ, രസ എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള ലോകങ്ങളെയാണ് രസ എന്നുദ്ദേശിക്കുക. അതലം, തലാതലം, വിതലം, സുതലം, രസാതലം, അങ്ങനെയുള്ള താഴേക്കുള്ള ലോകങ്ങളും. അപ്പോൾ ആകാശവും, ഗ്രഹങ്ങളോട് കൂടിയ ആകാശം മാത്രമല്ല, പർവ്വതങ്ങളോട് കൂടിയ ഭൂമി മാത്രമല്ല, താഴേക്കുള്ള 7 ലോകങ്ങളും. ദിശശ്ച, ദിശഃ ച ആണ് ദിശശ്ച. ദിശ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ. ദിശശ്ച ദിക്കുകളും. നമുക്ക് 10 ദിക്കുകളാണ് പറയാറുള്ളത് അല്ലേ. നമ്മുടെ ചുറ്റിനുമുള്ള 4, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്,
തെക്ക് കിഴക്ക്, തെക്ക് വടക്ക്, പിന്നെയോ വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്. ഇങ്ങനെ 8 ദിക്കുകളും മുകളിലും താഴെയുമായിട്ടുള്ള 2 ദിക്കുകളും കൂടി ചേർത്ത് 10 ദിക്കുകളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, കിഴക്ക് തെക്ക്, അതേപോലെ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, ഇങ്ങനെയുള്ള 8 ദിക്കുകളും മുകളിലും താഴെയുമായിട്ടുള്ള 2 ദിക്കുകളും ചേർത്ത് 10 ദിക്കുകളും വിറച്ചു എന്ന് പറയുമ്പോൾ നോക്കൂ, ഭൂമി അതിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ പ്രകമ്പനം ഭൂമിയിൽ എന്താ പറയുക, അത് പ്രകമ്പനം കൊണ്ടു. ഭൂമി എല്ലാ വശങ്ങളിൽ നിന്നും പ്രകമ്പനം കൊണ്ടു. ഈ പർവ്വത സഹിതമാണ് ചലിച്ചത് എന്ന് പറയുമ്പോൾ അത്രമാത്രം ഭയാനകമായിരുന്നു, ഘോരമായിരുന്നു ആ പൂതനയുടെ വായിൽ നിന്നും വന്ന നിലവിളി. നമ്മൾ മുൻപത്തെ ശ്ലോകങ്ങളിൽ കണ്ടിരുന്നല്ലേ, മതി, നിർത്തൂ നിർത്തൂ എന്ന്, വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് നിലവിളിച്ച ഒരു പൂതനയുടെ ഭാവം നമ്മൾ കണ്ടിരുന്നു. ആ പൂതനയുടെ ശബ്ദം കൊണ്ട് ഗ്രഹങ്ങളോടുകൂടി ആകാശങ്ങൾ, താഴേക്കുള്ള 7 ലോകങ്ങളും വിറച്ചു എന്ന് തന്നെയല്ല, 10 ദിക്കുകളും ആ പൂതനയുടെ ശബ്ദം അങ്ങനെ മാറ്റൊലിക്കൊണ്ടു. പിന്നെയോ പ്രതിനേതിരേ ജനാഹ, പ്രതിനേതിരേ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പ്രതിശബ്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ആ മുഴക്കം തിരികെ കേൾക്കുന്ന കാത്, ഇവിടുന്ന് പോയ ആ ശബ്ദം അവയിലൊക്കെ തട്ടി പ്രതിധ്വനിച്ചു, നമ്മുടെ കാതുകളിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും അത് ഭയാനകമായി തന്നെ നമ്മുടെ തന്നെ കാതുകളിൽ വന്ന് അലച്ചു. അഥവാ ഇവിടെ നിന്നും കേട്ട ആ ഒരു പൂതനയുടെ നിലവിളിയുടെ പ്രകമ്പനം അല്ലെങ്കിൽ പ്രതിധ്വനി ഈ ആകാശത്തിലും ഭൂമിയിലും പർവ്വതങ്ങളിലും മഹാമേരുക്കളിലും എന്ന് തന്നെയല്ല, എല്ലാ ഗ്രഹങ്ങളിൽ പോലും താഴേക്കുള്ള 7 ലോകങ്ങളിലും പോയി തട്ടിയിട്ട് ഭൂമിയിലുള്ളവരുടെ അഥവാ ആ ഗോകുലത്തിലുള്ളവരുടെ കാതുകളിൽ വന്ന് പ്രതിധ്വനിച്ചു. ജനാഹ, ജനാഹ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, പേതു, പേതുഹു എന്ന് പറഞ്ഞാൽ പതിച്ചു. അഥവാ അങ്ങനെ ആ ജനങ്ങൾ, അത് ഈ ഒരു ഘോര ശബ്ദം കാതുകളിൽ വന്ന് പതിച്ച ജനങ്ങൾ പേതു, അത് അവർ പതിച്ചു, അവർ പോലും താഴെ വീണുപോയി. എങ്ങനെ ക്ഷിതൗ, ഈ ഭൂമിയിൽ അങ്ങനെ വീണുപോയി. ആ പ്രതിധ്വനിക്കു പോലും ഇത്രയേറെ ശക്തിയാണെങ്കിൽ ഇത് കേട്ട കാതുകളിൽ വന്ന് പതിച്ച ജനങ്ങൾ ഭയന്ന് വിറച്ച് താഴെ വീണുവെങ്കിൽ അത് എപ്രകാരമായിരുന്നു എന്ന് പറയുകയാണ്. വജ്രനിപാത ശങ്കയ. വജ്രം എന്ന് പറയുന്നത് ദേവേന്ദ്രൻ്റെ ആയുധമാണ്. വളരെയേറെ ശക്തിയുള്ള, തീക്ഷ്ണ ശക്തിയുള്ള ഒരു ആയുധമാണ് ദേവേന്ദ്രൻ്റെ വജ്രം എന്ന് പറയുന്നത്. ആ വജ്ര നിപാത ശങ്കയ, ആ വജ്രം വന്ന് പതിച്ചതുപോലെയുള്ള ആ ഒരു സംശയത്തോടുകൂടി, അത്രമാത്രം ഭയാനകമായ എന്തോ ഒന്ന്, അത്രമാത്രം ശക്തിയേറിയ എന്തോ ഒന്നാണ് തങ്ങളുടെ കാതുകളിൽ വന്ന് പതിച്ചത്. അപ്പോൾ ഇത് സാക്ഷാൽ ദേവേന്ദ്രൻ്റെ വജ്രായുധം തന്നെയാണോ എന്ന് ശങ്ക തോന്നുമാറ് അത്രമാത്രം ഭീതിതമായ ഒരു അന്തരീക്ഷത്തിൽ ആ കാതുകളിൽ വന്ന് പതിച്ച ശബ്ദത്തിൻ്റെ ആ ഒരു മുഴക്കം കൊണ്ട്, ആ ഒരു പ്രതിധ്വനി കൊണ്ട് ആ ഗോകുലത്തിലെ ജനങ്ങളൊക്കെയും ഭയന്നു വിറച്ച് അവർ ഭൂമിയിൽ പതിച്ചു. അപ്പോൾ പർവ്വതങ്ങളും ഭൂമിയും സമുദ്രവും 7 ലോകങ്ങളും ആകാശവും ഗ്രഹങ്ങളും ഇവയൊക്കെ ആ ശബ്ദത്തെ തിരികെ വിട്ടു. അഥവാ അവയിൽ നിന്നും പ്രതിധ്വനിച്ചു എന്ന് പറയുമ്പോൾ ഇവയ്ക്കൊക്കെ ഉൾക്കൊള്ളാനാവുന്നതിലും എത്രയോ മേലെയുള്ള ഒരു ഭയാനകത ആ ശബ്ദത്തിന്, പൂതനയുടെ ശബ്ദത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇവയൊക്കെ ഈ ശബ്ദത്തെ തിരികെ ആ ഗോകുലത്തിലേക്ക് തന്നെ തിരികെ വിട്ടതും അത് വന്ന് പതിച്ച കാതുകളിലൂടെ ആ ജനങ്ങളാകെ ഭയന്ന് വിറച്ച് ഭൂമിയിൽ പതിച്ചതും. അപ്പോൾ അതിൻ്റെ ആ
ഭയാനകത, ആ ഭീകരത, ആ പൂതനയുടെ ശബ്ദത്തിൻ്റെ, ആ നിലവിളിയുടെ, ആ ഘോരമായ നിലവിളിയുടെ ആ ഒരു മുഴക്കം, ആ ഒരു ഭീകരത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു ദയനീയതയേക്കാളേറെ ഉള്ളിലെ ആ ആസുരിക ഭാവമാണ് ആ ജീവൻ പോകുന്ന ജീവൻ, പൂതനയുടെ ഉള്ളിലെ പ്രാണനെ ഭഗവാൻ ആ പാലിലൂടെ വലിച്ചെടുക്കുമ്പോൾ പൂതനയ്ക്ക് തൻ്റെ ജീവൻ പോകുന്നതിൻ്റെ ആ ഒരു ദൈന്യത, അതിനേക്കാളേറെ ആ ശബ്ദത്തിൽ മുഴച്ചു നിന്നത് അപ്പോഴും ആസുരിക ഭാവമായിരുന്നു എന്ന് നമുക്ക് ആ ഒരു ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറഞ്ഞ ദേവേന്ദ്രൻ്റെ വജ്രായുധം പതിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ഭയന്ന് വിറച്ച് ജനങ്ങൾ ഭൂമിയിൽ വീണു. കാരണം ആ അവസാന നിമിഷം പോലും ആ പൂതനയുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്നത് തൻ്റെ നിജഭാവം എന്താണോ അതാണ് പുറത്തു വന്നത്. ആചാര്യന്മാർ പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും വായിച്ചും കേട്ടിട്ടുണ്ട് അല്ലേ, അന്തക്കാലെ നാരായണ സ്മൃതി, അവസാന കാലത്ത് ഭഗവാനെ സ്മരിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ ആ സ്മരണ അത് നന്നേ ചെറുതിലേ തുടങ്ങണം. കാരണം അന്തക്കാലം ഏതാണെന്ന് നമുക്കറിയില്ല. ഏത് നിമിഷവും അവസാനിക്കാവുന്ന ഒരു യാത്രയാണിത്. ഏത് നിമിഷവും നിന്നു പോകാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടേത്, ഒരു എൻജിനാണ് അതിൻ്റെ. അപ്പോൾ ഇത് എപ്പോൾ നിൽക്കുമെന്നറിയില്ല എന്നിരിക്കെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും, ജീവിതത്തിലെ ഓരോ നിമിഷവും ആ നാരായണ സ്മൃതിക്കായിക്കൊണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ആ നിൽക്കുന്ന നിമിഷവും ആ ഒരു അപ്രതീക്ഷിത നിമിഷത്തിലും നമ്മുടെ ഉള്ളിലും നമ്മുടെ നാവിലും പൊങ്ങി വരിക ആ നാരായണ ശബ്ദം ഒന്ന് മാത്രമായിരിക്കും. അതല്ല എങ്കിൽ അത്ര കാലവും നമ്മുടെ ജീവിതം നമ്മൾ എന്തിനു വേണ്ടി മാറ്റിവെച്ചുവോ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നുവോ ജീവിച്ചത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനൊക്കെ പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നുവോ അവയൊക്കെ മാത്രമാവും നമ്മുടെ ചിന്തകളിൽ അവസാന നിമിഷവും നിറഞ്ഞു നിൽക്കുക. ഇവിടെ പൂതനയ്ക്കും തൻ്റെ ഉള്ളിലുള്ള ആ ഭാവം, ആ നിജഭാവം, ആ ആസുരികത അവസാന നിമിഷവും ആ ശ്വാസം തന്നിൽ നിന്ന് അവസാനത്തെ ശ്വാസം പോകുന്ന സമയങ്ങളിൽ പോലും തൻ്റെ വായിൽ നിന്നും പുറത്തു വന്ന ശബ്ദത്തിൽ ആ ആസുരികത നിറഞ്ഞു നിന്നിരുന്നു എന്നർത്ഥം. പണ്ട് കവി പറഞ്ഞതുപോലെ ചൊട്ടയിലെ ശീലം ചുടല വരെയാണ്. നമ്മൾ എന്ത് ശീലിക്കുന്നുവോ അവസാന നിമിഷവും നമ്മുടെ ഉള്ളിൽ നിന്നും അതുമാത്രമേ പുറത്തു വരൂ. കാരണം അനുനിമിഷം നമ്മുടെ വിചാരങ്ങളിലൂടെ നമ്മുടെ വാസനകളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ഗുണം, ആ വാസനകൾ സംസ്കാരത്തിലേക്ക് വഴിമാറുമ്പോൾ ഈ സംസ്കാരം ആർജിച്ച നമ്മൾ അവസാന നിമിഷം ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകേണ്ടി വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഈ വാസനയായിരിക്കും, ഈ സംസ്കാരമായിരിക്കും. ഇവിടെ പൂതനയ്ക്ക് ആ നിമിഷം വരെ പൈശാചികമായ കർമ്മങ്ങൾ മാത്രം ചെയ്ത് ശീലിച്ച പൂതനയുടെ ഉള്ളിൽ ആ പൈശാചിക ഭാവം തന്നെയാണ് ആ സ്വരത്തിലൂടെ പോലും പുറത്തു വന്നത്. മറിച്ച് ആ ഭഗവാനെ നിത്യവും കണ്ടുകൊണ്ടിരുന്ന, അനുനിമിഷം ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ ഗോപസ്ത്രീകളുടെ ആകട്ടെ, ആ ഗോകുലവാസികളുടെ ആവട്ടെ, വായിൽ നിന്നും വരുന്ന ശബ്ദത്തിന് ഈ ഭീകരതയായിരുന്നില്ല, മറിച്ച് ഒരു ശാന്തഭാവമുണ്ടായിരുന്നു അവരുടെ ഓരോ വാക്കിലും. നമുക്കിനി ഗോപികാഗീതമൊക്കെ പറയുമ്പം അവിടെ ഒരു പരിഭവത്തിൻ്റെ ഒരു മാധുര്യമുള്ളപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാം അവരുടെ വാക്കുകൾക്ക്, അവരുടെ ശബ്ദത്തിനൊരു ശാന്തത, ഒരു സമാധാനം, ഒരു ശാന്തി അവരിൽ നിറഞ്ഞു നിന്നിരുന്നതായി നമുക്ക് കാണാം. കാരണം അവർ ശീലിച്ചത്, അവരുടെ ഉള്ളിലെ വാസന, അവരുടെ ഗുണം, അവരുടെ സംസ്കാരം ഇതൊക്കെ ആ ഈശ്വരീയമായ ഭാവത്തിലേക്ക് ഉയർന്നിരുന്നു. ഇവിടെ പൂതന നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠം അതാണ്. ജീവിതകാലം മുഴുവൻ നമ്മൾ ഏതൊരു വാസനയോട് ചേർന്ന് നിൽക്കുന്നു, ഏതൊരു ഗുണത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നുവോ
അതിൻ്റെ അവശേഷിപ്പുകളായിരിക്കും അവസാന നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളായി അല്ലെങ്കിൽ ശബ്ദമായി പരിണമിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. തസ്യാസ്വനേനാദിഗഭീരരംഹസാ സാദ്രിർമഹീദ്യൗശ്ച ചചാലസഗ്രഹ രസാദിശ്ച പ്രതിനേദിരേ ജനാഃ പേതുക്ഷിതൗ വജ്രനിപാതശങ്കയാം. ഇനി നമുക്ക് അതിലെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തസ്യാ ആദ്യത്തെ പാദത്തിൽ അവിടെ ഒരു വിസർഗമുണ്ട്. അതുപോലെ മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പം ജനാഹ് അവിടെയും ഒരു വിസർഗമുണ്ട്, അതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാലാമത്തെ പാദത്തിൽ പേതു അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ. ഇതെല്ലാം വായിക്കുക. അടുത്തത് ആദ്യത്തെ പാദത്തിലേക്ക് വീണ്ടും വരുമ്പോൾ സ്വനേന അതിഗംഭീരരംഹസ, സ്വനേന അതിഗംഭീരരംഹസ ആണ്. അപ്പോൾ സ്വനേനാതിഗംഭീരരംഹസ ആകാരം നീട്ടിയെടുക്കുക. പിന്നെ സാദ്രിർമഹി അവിടെ മാ കൂട്ടക്ഷരമാണ്. സാദ്രിർമഹി ദ്യൗശ്ച ചചാലസഗ്രഹ അവിടെ അത് ശ്രദ്ധിക്കുക. അടുത്തത് വജ്രനിപാതശങ്കയ അവിടെ നായല്ല, അത് നിപതിക്കുക ആണ്. വജ്രനിപാത ആവരുത്, നിപാതയാണ്, നിപതിക്കുക ആണ്. വജ്രനിപാത ശങ്കയ അവിടെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും അടുത്തത് ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നോക്കാം. തസ്യ അതിഗഭീരരംഹസ സാദ്രി മഹീ സഗ്രഹാദ്യൗശ്ച ദ്യൗശ്ച ചചാല രസാ ദിശശ്ച പ്രതിനേദിരേ വജ്രനിപാതശങ്കയാ ജനാഃ ക്ഷിതൗ പേതുഃ. ഒന്നുകൂടി പറയാം. തസ്യാ അതിഗഭീരരംഹസ സാദ്രി മഹീ സഗ്രഹാദ്യൗശ്ച ചചാല രസാ ദിശശ്ച പ്രതിനേദിരേ വജ്രനിപാതശങ്കയാ ജനാഃ ക്ഷിതൗ പേതുഃ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകം നോക്കാം. നിശാചരീത്തം വ്യഥിതസ്തനാവ്യസുർവ്യാദായ കേശാംശ്ചരണൗ ഭുജാവപി പ്രസാര്യ ഗോഷ്ഠേ നിജരൂപമാസ്ഥിത വജ്രാഹതോ വൃത്രൈവാപതൻ നൃപ. ഇനി നമുക്ക് ആ 13ാമത്തെ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നിശാചരീത്തം, നിശാചരി ഇത്തം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിശാചരീത്തം. നിശാചരി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിക്കുന്നവൾ അഥവാ രാക്ഷസി. രാക്ഷസന്മാരുടെയൊക്കെ ഒരു സ്വഭാവമാണ് നിശാചരികൾ എന്നാണ് അവരെ പൊതുവെ നമ്മൾ രാമായണത്തിലൊക്കെ ധാരാളം കേൾക്കുന്ന ഒരു പദമാണ് നിശാചരികൾ എന്നുള്ളത്. അപ്പോൾ രാക്ഷസി ഇത്തം ഇപ്രകാരം വ്യഥിതസ്തന, വ്യഥിത എന്നാൽ ദുഃഖിതയായ, ഇവിടെ വളരെയധികം വേദനയോട് കൂടിയ സ്തനങ്ങളോട് കൂടിയവളായിട്ട്, അഥവാ ഈ ഭഗവാൻ അങ്ങനെ രണ്ട് കൈകളാൽ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാരണം ഭഗവാൻ അറിയാം ആ പ്രാണനെയാണ് അതിലൂടെ ഇങ്ങോട്ട് ഭഗവാൻ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാണ് വല്ലാതെ വിങ്ങുന്ന വേദനയുള്ള സ്തനങ്ങളോട് കൂടി വ്യസുർവ്യാതായ, വ്യസുഹു വ്യാതായ, വ്യസുഹു എന്ന് പറഞ്ഞാൽ പ്രാണൻ ഇല്ലാത്തവളായിട്ട്, പ്രാണഹീനയായി, വ്യാതായ എന്ന് പറഞ്ഞാൽ വായ, കേശാംശ്ചരണൗ, കേശാൻ ചരണൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കേശാംശ്ചരണൗ. കേശാൻ എന്ന് പറഞ്ഞാൽ തലമുടികളെയും
അതായത് തൻ്റെ ആ വാർമുടിക്കെട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലേ, മല്ലികപ്പൂ ഒക്കെ ചൂടി വന്ന വാർമുടിക്കെട്ടായിരുന്നു. സുന്ദരീ ഭാവം പൂണ്ട പൂതനയുടെ ആ ഒരു രൂപവർണ്ണന വ്യാസഭഗവാൻ എപ്രകാരമാണ് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു തലമുടികളെ ചരണവും എന്നാൽ കാലുകളെയും, അപ്പോൾ ഇവിടെ ഏതൊക്കെ മനോഹാരിതയുടെ കാപട്യം അണിഞ്ഞാണോ പൂതന ഇവിടെ വന്നത്, ആ മനോഹരമായ തലമുടിയെയും കാലുകളെയും ഭുജാവപി, ഭുജൗ അപിയാണ് ഭുജാവപി. ഭുജം എന്നാൽ കരം, കയ്യ്. ഭുജൗ രണ്ട് കൈകളും. അപ്പോൾ ഭുജാവപി, ഭുജൗ അപി എന്ന് പറഞ്ഞാൽ കൈകളെയും പ്രസാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിവർത്തിയിട്ട്, നമ്മളിങ്ങനെ തുറന്നു പിടിക്കില്ലേ അതുപോലെ ഒന്ന് തുറന്നു പിടിച്ചിട്ട്, ഗോഷ്ഠേ എന്നാൽ ആ ഗോകുലത്തിൽ നിജരൂപമാസ്ഥിത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിജരൂപമാസ്ഥിത. നിജരൂപം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരിയായിട്ടുള്ള രൂപം എന്താണോ ആ രൂപം. ഇവിടെ ആസുരീ രൂപം, പൂതനയുടെ ശരിയായിട്ടുള്ള രൂപം ആസുരീ ഭാവമാണ്. ആ ആസുരീ രൂപം ആസ്ഥിത എന്ന് പറഞ്ഞാൽ എടുത്തിട്ട്. അപ്പോൾ ഇത്രയും നേരവും ഒരു മായ പോലെ, ഒരു മറയോടുകൂടി തൻ്റെ യഥാർത്ഥ രൂപത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു സുന്ദരീ ഭാവത്തെ പൂണ്ട പൂതന ഇപ്പോൾ തൻ്റെ യഥാർത്ഥ രൂപം എന്താണോ ആ രൂപത്തെ ആസ്ഥിത പ്രാപിച്ചിട്ട് വജ്രാഹത എന്ന് പറഞ്ഞാൽ വജ്രം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ഇന്ദ്രൻ്റെ ആയുധമാണ് വജ്രം. ആ വജ്രത്താൽ, ആഹത എന്ന് പറഞ്ഞാൽ ഹനിക്കപ്പെട്ട അഥവാ ഇന്ദ്രൻ്റെ വജ്രായുധത്താലുള്ള പ്രഹരമേറ്റിട്ട് പറയാണ് വൃത്ര എന്നാൽ വൃത്രാസുരൻ. അപ്പോൾ എപ്രകാരമാണോ വൃത്രാസുരൻ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിൻ്റെ പ്രഹരമേറ്റിട്ട് ഇവാപതനൃപ, ഇവ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ അപ്രകാരം അപതത് നൃപ എന്ന് പറഞ്ഞാൽ അല്ലയോ രാജാവേ, നൃപൻ രാജാവാണ്, അല്ലയോ രാജാവേ. ഇവിടെ നമുക്കറിയാം പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഭാഗവത കഥ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹേ രാജാവേ എന്ന് പറഞ്ഞത്. അവിടെ ആ അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, എപ്രകാരമാണോ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിൻ്റെ പ്രഹരമേറ്റ് വൃത്രാസുരൻ പതിച്ചത് അപ്രകാരം ഇവാപതത് നൃപ, ഇവ അപതത് നൃപാണ്, അപതത് വീണു. അപ്രകാരം ഈ പൂതനയും തൻ്റെ രണ്ട് കൈകളെയും തുറന്നു പിടിച്ചുകൊണ്ട് തൻ്റെ സ്തനങ്ങളിൽ അതിയായ വേദന അനുഭവിക്കുന്നവളായിട്ട് ആ കൈകളും തലമുടിയും കാലുകളുമൊക്കെ ഇങ്ങനെ പരത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ വാർമുടിക്കെട്ട് കെട്ടിവെച്ചിരുന്നതെല്ലാം അങ്ങനെ അഴിഞ്ഞുപോയി. ആ തലയും കൈയും കാലും ഇട്ട് അടിച്ചടിച്ച് ആ ശരീരം കൊണ്ട് അനുഭവിച്ച കുറച്ചു നേരത്തെ ക്ലേശം, തൻ്റെ പ്രാണനെ വലിച്ചെടുക്കുന്നതിൻ്റെ വേദന ഒരു ഭാഗത്ത്. ഇവിടെ തലമുടിയും കൈകളും കാലുകളും എന്നൊക്കെ പറയാൻ കാരണം നമുക്കറിയാം, നമ്മൾ സാധാരണ വേദന സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ തല കൊണ്ട് നമ്മൾ വല്ലാതെ ഒന്ന് തലയിട്ടിളക്കാറുണ്ട് അല്ലേ. ഇവിടെ പൊതുവെ ആസുരികമായ ഒരു ഗുണമനുസരിച്ച് ഒരു സ്വഭാവം നോക്കിയാൽ അവർക്ക് ദേഷ്യം വന്നാലും അവരേറ്റവും കൂടുതൽ അവരുടെ ആ ഒരു കോപം, അതിൻ്റെ ആ ഒരു ആധിക്യം കാണിക്കുന്ന കൈകളിലൂടെയും കാലുകളിലൂടെയും തലയിലൂടെയുമാണ്. തലയിട്ട് വല്ലാതെ അവർ ആ ഒരു ക്രോധഭാവം തല ഇളക്കി ആട്ടുന്നതിൽ, വളരെ ഉഗ്രമായി ഇളക്കി ആട്ടുന്നതിലും ഒക്കെ അവർ പ്രകടിപ്പിക്കും. അതുപോലെ കൈയും കാലും വല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയം തോന്നുന്ന വിധത്തിൽ വികൃതമായി അതിഭയാനകമായി ചലിപ്പിക്കുന്നവരാണ് ഈ ആസുരിക ശക്തിയുള്ളവർ.
അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ആ കൈകളും കാലുകളും തലമുടിയും ഒക്കെ പരത്തിയിട്ടു എന്ന് പറയാൻ കാരണം കെട്ടിവെച്ചിരുന്ന വാർമുടിക്കെട്ട്, മല്ലികപ്പൂ ചൂടിയ വാർമുടിക്കെട്ട് ഇപ്പോൾ ആ തലയുടെ വളരെ ധൃതഗതിയിലുള്ള ചലനം കൊണ്ട് ആ വാർമുടിക്കെട്ടൊക്കെ അഴിഞ്ഞങ്ങനെ അതെല്ലാം വിടർന്ന് കിടക്കുന്നു. നമ്മൾ ഭഗവാനെ കൊല്ലാനായിട്ട് കംസൻ വരുന്ന രംഗത്തിലും നമ്മൾ ഇതുപോലെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ടല്ലേ. ആ ഉറക്കത്തിൽ നിന്ന് ചാടി ഉണർന്ന കംസൻ മുടി കെട്ടിവെക്കാതെ അഴിച്ചു വിടർന്ന് കിടന്നിരുന്ന ആ മുടിക്കെട്ടോടുകൂടി എന്ന് പറയുന്നുണ്ട് അവിടെ. ഇവിടെയും പറയുകയാണ് മുടിയെല്ലാം അങ്ങനെ അഴിച്ച് പരന്ന് കിടന്നിരുന്നു. അതുപോലെ കൈകളും കാലുകളും ഒക്കെ ഇനിയും ചലിപ്പിക്കാനാവാത്ത വിധത്തിലേക്ക് അത് നിശ്ചലമായപ്പോൾ അതങ്ങനെ തുറന്നു പിടിച്ച്, കാരണം അതുവരെയുള്ളത് ഒരു ദേഷ്യഭാവമായിരുന്നു, കോപമായിരുന്നു. അത് കഴിഞ്ഞ് പൂതന വന്നത് തൻ്റെ കോപത്തെ മറച്ചു പിടിക്കുന്ന ഒരു കാപട്യത്തിൻ്റെ മന്ദഹാസവുമായിട്ട് വന്നുവെങ്കിൽ ആ മുഖം മൂടി ഭഗവാൻ വലിച്ചു കീറിയപ്പോൾ കോപം അങ്ങനെ പുറത്തു വന്നു. പക്ഷെ കോപം വന്നതിപ്പോൾ കോപത്തേക്കാൾ ഒരു നിസ്സഹായതയുടെ രൂപത്തിലായിരുന്നു അത് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ നിസ്സഹായ ഭാവത്തിൽ അതുവരെ മുഷ്ടി ചുരുട്ടി ധാർഷ്ട്യത്തിൻ്റെ ഭാഷയായിരുന്നു ആ പൂതനയ്ക്കെങ്കിൽ ഇപ്പോഴത്തെ കൈകൾ രണ്ടും തുറന്ന് കാലുകളിട്ടടിച്ച് തളർന്ന മുടിയെല്ലാം അഴിഞ്ഞുവാരി കിടക്കുന്ന ഭാവത്തിൽ എപ്രകാരമാണോ വജ്രായുധമേറ്റ് ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് വൃത്രാസുരൻ നിലം പതിച്ചത്, അതേപോലെ ഇപ്പോൾ പൂതനയും ഈ ഭൂമിയിൽ പതിച്ചിരിക്കുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ ആ പതനത്തെ 14 ലോകങ്ങളിലും അറിയിക്കാനെന്നോണം പൂതനയുടെ നിലവിളിയുടെ ആ ഭയാനകത ഈ താഴേക്കുള്ള 7 ലോകങ്ങളെയും അതേപോലെ തന്നെ ഗ്രഹങ്ങളോടുകൂടിയ ആകാശത്തെയും പർവ്വതത്തോടു കൂടിയ ഭൂമിയെയും ഒക്കെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് പൂതന നിലംപൊത്തിയത്. ഒരു പക്ഷേ ഈ ഒരു കപടഭാവം, ആ ഒരു മരണം അടുത്ത സമയത്തെങ്കിലും അഴിഞ്ഞു വീഴണമെന്നുള്ളത് ഈശ്വരൻ്റെ നിശ്ചയമായിരിക്കാം. നമ്മളുമൊക്കെ അങ്ങനെ തന്നെ പൂതനയുടെ അത്രയില്ലെങ്കിലും നമ്മളുമൊക്കെ ധാരാളം കപടഭാവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ വെച്ചു പുലർത്തുന്നവരാണ്. അതൊക്കെ അഴിഞ്ഞു വീഴുന്നത് ആ ഒരു നിമിഷമേ ഉള്ളൂ. മരണം എന്ന ഒരു സമയമെത്തി അതിന് കീഴടങ്ങുമ്പോൾ എല്ലാ കപടഭാവങ്ങളും അഴിച്ചു വെച്ച് തൻ്റെ ഉള്ളിലെ ആ സത്വരൂപത്തിലേക്ക് നമ്മൾ ചുരുങ്ങി, അഥവാ സത്വഭാവത്തിലേക്ക് നമ്മൾ ഉയർന്ന് ദേഹബോധം വെടിഞ്ഞ് നമ്മൾ യാത്രയാവും. ഇവിടെ ഇപ്പോൾ പൂതന പോയതുപോലെ തന്നെ മുഷ്ടി ചുരുട്ടാനില്ല, കൈകൾ തുറന്നു പിടിച്ച് യാത്രയാവും. ഒന്നും കൊണ്ടുപോകാനില്ല. നേടിയെടുത്തതൊക്കെയും കർമ്മത്തിൻ്റെ ഭാണ്ഡക്കെട്ടിൽ, പ്രാരബ്ധ കർമ്മങ്ങളുടെ സഞ്ചിത കർമ്മങ്ങളുടെയും പ്രാരബ്ധക്കെട്ടിൽ താങ്ങി. അതുമാത്രം. കാരണം കർമ്മങ്ങളുടെ ഗതി അവ്യക്തമായതുപോലെ തന്നെ കർമ്മത്തിൻ്റെ ഫലവും അവ്യക്തമാണ്. അതെന്തൊക്കെയോ നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വരും ജന്മങ്ങളിലേക്കുള്ള മുതൽക്കൂട്ടായിട്ട്, വരും ജന്മത്തെ നിർണയിക്കുന്ന ഘടകങ്ങളായിട്ട് സൂക്ഷ്മ രൂപത്തിൽ ഈ കർമ്മത്തെയൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെയൊക്കെ നമ്മളങ്ങനെ അതിൻ്റെ ഫലം സൂക്ഷ്മ രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കർമ്മവാസനകൾ വരും ജന്മങ്ങളിലെ ജന്മത്തെ നിർണയിക്കുന്നതും ആ ജന്മം എങ്ങനെയാവണം, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതും നമ്മുടെ ഓരോ ജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളും കർമ്മഫലങ്ങളുമാണ്. ഇവിടെ പൂതന പോയതും മറ്റൊന്നും ഈ ലോകത്തു നിന്ന് നേടിയെടുത്തതും നേടാൻ വെമ്പി ഇത്രനാളും പ്രയത്നിച്ചു കൊണ്ടിരുന്നതും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. പൂതനയുടെ ലക്ഷ്യം ഈ ഒരു ഭഗവാനെ കൊല്ലുക മാത്രമായിരുന്നു. അതിനുവേണ്ടി ധാരാളം പാപകർമ്മങ്ങൾ ചെയ്തു. നമുക്കും പലപ്പോഴും ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതോ അല്ല അധാർമികമായിട്ടുള്ളതോ ആയിട്ടുള്ള പല ലക്ഷ്യങ്ങളും മോഹങ്ങളും മനസ്സിനെ മഥിക്കാറുണ്ട്. അത് നേടിയെടുക്കാനായി ഇതുപോലെയുള്ളതല്ലെങ്കിലും
ചെറുതെങ്കിലും പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾക്ക് അടിപ്പെടാറുണ്ട്, വഴിപ്പെടാറുണ്ട്. ആ കർമ്മങ്ങളുടെയൊക്കെ ഫലം സൂക്ഷ്മരൂപത്തിൽ ഈ ദേഹം ഉപേക്ഷിച്ച് പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. മാനവും അപമാനവും എല്ലാം ഇവിടെ ഉപേക്ഷിക്കും. അതൊക്കെ ദേഹത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ കർമ്മങ്ങളുടെ വാസന, നമ്മുടെ ഉള്ളിലെ ഗുണങ്ങൾ, ഇവയൊക്കെ സൂക്ഷ്മരൂപത്തിൽ നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരിക്കൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു ലോക നേതാവിൻ്റെ വാക്കുകൾ ഓർമ്മ വരികയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയുടെ 2 വശങ്ങളിലായി 2 ദ്വാരങ്ങളിടണമെന്ന് പറഞ്ഞു തൻ്റെ സേവകരോട്. എന്തിനെന്ന് ആരാഞ്ഞപ്പോൾ പറഞ്ഞു, അതിലൂടെ എൻ്റെ മലർത്തിയ കൈകൾ പുറത്തേക്കിടണം. എന്തിനെന്നല്ലേ, ഞാൻ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ, ഈ ലോകം മുഴുവൻ ഞാൻ വെട്ടിപ്പിടിച്ചു, പക്ഷെ ഞാൻ പോകുന്നത് വെറും കൈയോടുകൂടിയാണ്. എൻ്റെ കൈകളിൽ ഒന്നുമില്ല, ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തിനോട് വിളിച്ചു പറയാനാണ് എന്ന് പറഞ്ഞ ലോക നേതാക്കന്മാരുള്ള നാട്ടിൽ. പക്ഷെ ആ തിരിച്ചറിവ് വന്നത് അതുവരെ ഏതു മാർഗത്തിലൂടെയും ലോകം മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കണമെന്ന് വെമ്പൽ കൊണ്ട് ലോകത്തെ മുഴുവൻ തൻ്റെ കാൽ കീഴിലാക്കി കഴിഞ്ഞപ്പോഴാണ് നേടിയതൊന്നും തൻ്റെ ശരിയായ മുതൽക്കൂട്ടല്ല എന്ന് തിരിച്ചറിഞ്ഞത്. ഇനിയുള്ളത് താൻ അറിഞ്ഞ സത്യത്തെ തൻ്റെ ശവപ്പെട്ടിയുടെ 2 വശങ്ങളിലൂടെ പുറത്തേക്ക് നീളുന്ന തൻ്റെ ഒഴിഞ്ഞ കൈകളിലൂടെ ലോകത്തിന് പകർന്നു കൊടുക്കാം. ഈ തത്വത്തെ ലോകത്തെ അറിയിച്ചു കൊടുക്കാം. താൻ നശിപ്പിച്ചതുപോലെ ഇനി ഒരാളും ഈ ലോകത്തെ കീഴടക്കാൻ വെമ്പി നിന്നുകൊണ്ട് അധർമ്മങ്ങളെ വാരിക്കൂട്ടരുത് എന്ന് പഠിപ്പിച്ചു തന്നു. ഒരു പക്ഷെ ഈ ഒരു സച്ചിന്ത തന്നെയാവാം ആ ലോക നായകൻ്റെ, ലോക നേതാവിൻ്റെ ആ ഒരു കർമ്മത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പൂതനയും അത് തന്നെ കാണിച്ചു തന്നു. ഈ വിശ്വത്തിന് മുഴുവൻ ആധാരമായ ആ ഭഗവാനെ കീഴടക്കാനാണ് പൂതന ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ വിശ്വത്തിനു പോലും ഒരു നാശമുള്ളപ്പോൾ നാശത്തിന് അതീതനായി നിൽക്കുന്ന ഭഗവാനെ എങ്ങനെയാണ് നാശത്തിന് അധീനമായിട്ടുള്ള ഒരു ശക്തിക്ക് പരാജയപ്പെടുത്താനാവുന്നത്? ആ ഭഗവാനെ കീഴടക്കാൻ പുറപ്പെട്ട പൂതന താൻ ഒന്നും നേടിയില്ല. കൊണ്ടുപോകുന്നതാകട്ടെ താൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ സൂക്ഷ്മാണുക്കളെ മാത്രമാണ്, സൂക്ഷ്മ രൂപത്തിലുള്ള സൂക്ഷ്മഭാവത്തെ മാത്രമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് യാത്രയാവുകയും ചെയ്തു. അതുവരെ നേടിക്കൂട്ടിയതൊക്കെ തൻ്റെ ഈ കാപട്യത്തെ മറയ്ക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ. തൻ്റെ യഥാർത്ഥ സത്വം, തൻ്റെ യഥാർത്ഥ ഭാവം എന്താണോ, തൻ്റെ ഉള്ളിലെ ആ ഈശ്വരാംശത്തെ മറയ്ക്കുന്ന ആ കപടഭാവത്തെയും ഞാനെന്ന ദേഹത്തിൻ്റെ അഹന്ത, അതിനു മാത്രമേയുള്ളൂ ഓരോ ജന്മത്തിലൂടെയും ക്ഷയവും വൃദ്ധിയും ഒക്കെ ഉണ്ടാവുക. വളർച്ചയുണ്ടാകുന്നതും ക്ഷയിക്കുന്നതുമൊക്കെ ഞാനെന്ന അഹന്തയ്ക്ക് മാത്രമാണ്. ഞാനെന്ന സത്തിന് വളർച്ചയുമില്ല, നാശവുമില്ല. അപ്പോൾ ആ സത്തിനെ മറയ്ക്കുന്നതാണ് കപടഭാവത്തിലുള്ള ഞാനെന്ന അഹന്ത, ഞാനെന്ന ബോധം. അതിനെ പരിപോഷിപ്പിക്കുകയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും, ഈ ഓരോ ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന, നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളൊക്കെ ഞാനെന്താ അഹന്തയെ പരിപോഷിപ്പിക്കുന്നതാണ്. ഒരിക്കലും അത് ഞാനെന്ന സത്വത്തെ, സത്തിനെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനെന്ന അഹന്തയുടെ കാപട്യമാണ് ഓരോ മരണമെന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവനും അഴിച്ചിടുന്നത്. അവിടെ ഞാനെന്ന സത്തിലേക്കുള്ള ഒരു പരിണാമമാണ്. ഇവിടെ നിന്നും വിട്ടുപോകുന്നത് ഞാനെന്ന അഹന്തയെ ഇവിടെ ഉപേക്ഷിച്ച് ഞാനെന്ന സത്ത് ഇവിടെ നിന്നും യാത്രയാകുന്നു. ഈ അഹന്തയിൽ ഇരുന്നു കൊണ്ട്,
ഈ ദേഹത്തിലിരുന്നു കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെയൊക്കെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവത്തിൽ വഹിച്ചുകൊണ്ട്, അവ്യക്തമായ ഒരു ഭാവത്തിൽ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത രൂപത്തിൽ അതിനെ വഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്രയാവും. ആ സഞ്ചിയിൽ നമ്മൾ വഹിച്ചു കൊണ്ടുപോകുന്ന കർമ്മങ്ങളുടെ ഭാണ്ഡക്കെട്ടിൽ എന്തൊക്കെയുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ജന്മത്തിലേക്ക് വീണ്ടും ഞാനെന്ന സത്ത് പോയി പ്രവേശിക്കും. അവിടെയും ആ സത്തിന് വളർച്ചയോ തളർച്ചയോ ഇല്ല, ക്ഷയമോ വൃദ്ധിയോ ഇല്ല. ആ സത്ത് അപ്പോഴും പരിപൂർണമായി നിലകൊള്ളും. അത് പരിപൂർണനാണ്. അപൂർണമായ ഒന്നിനെ നാശവും അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ. അത് ഈ ദേഹമാണ്. ജനിച്ചു വീഴുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും വളരുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയെത്ര കോശങ്ങളായി അത് മാറുന്നു. ഓരോ വർഷം കഴിയും തോറും എത്രയോ കോശങ്ങൾ മരിച്ചുകൊണ്ടുമിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ ദേഹത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആ പരമാത്മ ചൈതന്യത്തിന് ഒരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്നുണ്ട്. ഞാൻ എന്ന് നമ്മളെ കൊണ്ട് അനുനിമിഷം പറയിപ്പിക്കുന്ന ഒരു ശക്തിയായി, ബോധസ്വരൂപമായി ഉള്ളിൽ നിലകൊള്ളുന്നുണ്ട്. ഈ ബോധസ്വരൂപത്തിന് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന കാലം മുതൽ സംസാരിക്കാൻ കഴിയുന്നിടത്തോളം കാലം വരേക്കും ഞാനെന്ന് പറയുന്ന ആ പരമ്പൊരുളിനെ മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാതെ ഒരു അബോധമായ അവസ്ഥയിലൂടെ നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഉണർന്നിരിക്കുന്ന അബോധാവസ്ഥയിൽ നമ്മൾ അതിനെ അറിയാതെ പോകുമ്പോൾ, ഉറങ്ങുന്ന അബോധാവസ്ഥയിൽ ഈ ബോധാവസ്ഥയിലേക്കുള്ള പരിണാമമാണ്. ഞാൻ എന്ന സത്യത്തെ അറിയുന്ന ബോധാവസ്ഥയാണ്. കാരണം ഓരോ ഉറക്കം കഴിയുമ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ സുഖമായി ഉറങ്ങി. അവിടെ ഞാൻ എന്ന ആ പരമ സത്യം മാത്രം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉറങ്ങി എന്ന് ഞാൻ അറിയുന്നത്. നമ്മുടെ അജ്ഞാനത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ അതൊരു അബോധാവസ്ഥയാണെങ്കിൽ, ഞാൻ ഒന്നും അറിയാതിരുന്ന അവസ്ഥയാണെങ്കിൽ, അതാണ് എല്ലാം അറിയുന്ന ആ പരമ സത്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ മാത്രമേ ഞാൻ എന്ന സത്യത്തെ ഞാൻ അറിയുന്നുള്ളൂ. ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ഈ പരിമിതമായ ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്ത ഒന്നായി മാറുന്നത് നമ്മുടെ ഉള്ളിലെ അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനത്തിൽ നിന്നും, ഈ അജ്ഞാനമാണ് ശരിക്കും നമുക്ക് ശരീരമെന്നും മനസ്സെന്നും ഒക്കെയുള്ള ഒരു ഭേദം, എന്നിൽ നിന്നും ഭിന്നമായ മറ്റെന്തോ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് തോന്നിപ്പിക്കുന്നതുമൊക്കെ ഈ അജ്ഞാനമാണ്. ആ അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ അനുഭവ തലത്തിലേക്കുള്ള ഒരു പരിണാമമാണ് ഓരോ ഉറക്കവും. കാരണം ആ ഉറങ്ങുന്ന അവസ്ഥയിൽ ദേഹവുമില്ല, ശരീരവുമില്ല, മനസ്സുമില്ല. ഉള്ളത് ഞാനെന്ന ആ സത്യം മാത്രമായി മാറുന്നത് അവിടെ ജ്ഞാനം മാത്രമുള്ളത് കൊണ്ടാണ്, ബോധം മാത്രമുള്ളത് കൊണ്ടാണ്, ആ ബോധസ്വരൂപനെ അറിയുന്നത് കൊണ്ടാണ്. ഉണർന്നു കഴിയുമ്പോൾ ജ്ഞാനം മറയുകയും അജ്ഞാനം തലപൊക്കുകയും ചെയ്യും. അപ്പോഴാകട്ടെ ഞാനെന്ന സത്യത്തെ മറച്ചുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് നമ്മളൊക്കെ ഞാനെന്ന അഹന്തയിലേക്ക് വീണുപോകും. ആ ഉണർന്നു കഴിയുന്ന ഓരോ നിമിഷവും ദേഹസംബന്ധമായ മാനാപമാനങ്ങൾ നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ വികാരങ്ങളിലൊക്കെ അതങ്ങനെ നിഴലിച്ചു നിൽക്കും. എപ്പോൾ നിദ്രയിലേക്ക് വീണ്ടും വീഴുന്നുവോ അപ്പോൾ
ഞാനെന്ന അഹന്ത അസ്തമിച്ചുകൊണ്ട് അനുഭവിച്ചറിയുകയാണ് ഞാനെന്ന ആ സത്യത്തിൻ്റെ സുഖത്തെ, ആനന്ദത്തെ, അമൃതിനെ. അപ്പോൾ എല്ലാ കപട ഭാവങ്ങളും നമ്മുടെ അഴിഞ്ഞു വീഴുന്നത് നമ്മൾ നിദ്രയിലേക്ക് വീഴുമ്പോഴാണ്. അത് എന്നേക്കുമായിട്ടുള്ള ഒരു നിദ്രയാകുമ്പോൾ, മരണമെന്ന അവസ്ഥയിലേക്ക് അത് മാറുമ്പോൾ, പിന്നെ ദേഹബോധം ഇല്ലാതെ ഇരിക്കുമ്പോൾ, പിന്നെ ഈ ദേഹമാണ് ഞാനെന്ന അഹന്തയിലേക്ക് വരാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ എല്ലാ കപടവേഷങ്ങളും നമ്മുടെ അഴിഞ്ഞു വീഴും. ഇവിടെ പൂതനയ്ക്കും തൻ്റെ എല്ലാ കപടവേഷങ്ങളും, ആ മനോഹര രൂപമെല്ലാം, ആ സുന്ദരി രൂപമെല്ലാം അഴിഞ്ഞു വീണുകൊണ്ട് അവസാനത്തെ ആ നിമിഷത്തിലേക്ക്, ആ മരണമെന്ന സത്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ എല്ലാ കപടവേഷങ്ങളും അഴിച്ചുവെച്ച് തൻ്റെ ഉള്ളിലെയും രാക്ഷസിയാണെങ്കിലും ആസുരിക സ്വഭാവമുള്ള സ്ത്രീയാണെങ്കിലും ആ സ്ത്രീയെയും ഉള്ളിൽ, ആ സ്ത്രീയുടെയും ഉള്ളിൽ ബോധസ്വരൂപമായി വിളങ്ങുന്ന ഈശ്വരനിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ കപടവേഷങ്ങളെല്ലാം നമ്മൾ എന്നേക്കുമായി അഴിച്ചു വയ്ക്കുന്നത് ആ മരണമെന്ന പടി കടക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ പൂതനയും ആ ഒരു വേഷം അഴിച്ചു വച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. നിശാചരീത്ഥം വ്യഥിതസ്തനാവ്യസുർവ്യാദായ കേശാംശ്ചരണൗ ഭുജാവപി പ്രസാര്യ ഗോഷ്ഠേ നിജരൂപമാസ്ഥിത വജ്രാഹതോ വൃത്ര ഇവാപതനൃപ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിശാചരീത്ഥം, ഇത്ഥം അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് വ്യസുർവ്യാദായ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. കേശാംശ്ചരണൗ, അവിടെ ചിലപ്പോൾ തുടക്കക്കാർക്ക് 2 ശ വരുന്നത് കൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. 4 പതിയെ വായിക്കുക. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ 1 അടി മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ 99 അടി നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെക്കൊണ്ട്, നമ്മുടെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാവുമ്പോൾ അത് ഭഗവാൻ തന്നെ ചെയ്യിപ്പിച്ചു തരും. അതുകൊണ്ട് വായിക്കാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ടാണെന്ന് കരുതി ആരും മാറി നിൽക്കരുത്. അടുത്തത് നിജരൂപമാസ്ഥിത, അവിടെ മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. അടുത്തത് ഇവാപതനൃപ, ഇവ അപതതാണ്. അപ്പോൾ ഇവാപതനൃപ, അതും ഒന്ന് ശ്രദ്ധിക്കുക അകാരം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നോക്കാം. നിശാചരി ഇത്തം വ്യഥിതസ്തന വ്യാദായ വ്യസു കേശാൻ ചരണൗ ഭുജൗ അപി പ്രസാര്യ വജ്രാഹത വൃത്ര ഇവ നൃപ ഗോഷ്ഠേ നിജരൂപം ആസ്ഥിത അപതത. ഒന്നുകൂടി പറയാം. നിശാചരി ഇത്തം വ്യഥിതസ്തന വ്യാദായ വ്യസു കേശാൻ ചരണൗ ഭുജൗ അപി പ്രസാര്യ വജ്രാഹത വൃത്ര ഇവ നൃപ ഗോഷ്ഠേ നിജരൂപം ആസ്ഥിത അപതത. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വിചാരം ചെയ്തപ്പോൾ മനസ്സിൽ വന്നത്. ഹരേ കൃഷ്ണ.